നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമുക്ക് പലപ്പോഴും സാധാരണയായി അനുഭവപ്പെടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്നാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലകറക്കം. എന്നാൽ പലപ്പോഴും തലകറക്കത്തെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാറാണ് പതിവ്. ചില തലകറക്കങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഇതിനൊരു ഉദാഹരണമാണ് വെർട്ടൈഗോ കൊണ്ടുണ്ടാകുന്ന തലകറക്കം. വെർട്ടൈഗോയ്ക്ക് പലപ്പോഴും നമ്മൾ തലകറക്കം എന്ന് തന്നെ പറയാറുണ്ട്. പലപ്പോഴും എന്താണ് വെർട്ടൈഗോ, ഇത് ഉണ്ടാകുന്നതിന് കാരണങ്ങൾ, പരിഹാരങ്ങൾ, ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം കിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജനായ ഡോക്ടർ രഞ്ജിത്ത് പീറ്റർ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇപ്പം പലപ്പോഴും വെർട്ടൈഗോ എന്ന് പറയുമ്പോൾ തലകറക്കം എന്നാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറല്ലോ. യഥാർത്ഥത്തിൽ എന്താണ് ഈ അസുഖം അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം? തലകറക്കം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ വെർട്ടൈഗോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരാൾ, അതായത് അനങ്ങാതെ ഇരിക്കുമ്പം അല്ലെങ്കിൽ കിടക്കുമ്പം ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് മുഴുവൻ ചുറ്റുന്ന പോലെ തോന്നുമോ, അല്ലെങ്കിൽ ചുറ്റുമുള്ള എല്ലാം തിരിയുന്ന പോലെ തോന്നുമോ, അതാണ് വെർട്ടൈഗോ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ചെവിയുടെ ബാലൻസിൻ്റെ ഓർഗൻ്റെ എന്തെങ്കിലും മാൽ ഫങ്ഷനിങ് അല്ലെങ്കിൽ അസുഖം കാരണം വരുന്ന തലകറക്കമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ പല കാരണങ്ങളും ഉണ്ട്, പക്ഷേ ഇതാണ് സാധാരണ ഉള്ള കാരണങ്ങൾ. അപ്പോൾ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്, വെർട്ടൈഗോ എന്നുള്ളത്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയം, ഈ തലകറക്കം ചെവിയുമായിട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ടിട്ടുള്ളതെന്നാണ്. ചെവി വേദനയ്ക്ക് അല്ലെങ്കിൽ ചെവിയുടെ പ്രശ്നത്തിന് എന്തുകൊണ്ടാണ് നമ്മൾ തലകറങ്ങി വീഴുന്നതെന്ന്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബന്ധം? കാര്യം ശരിയാണ്. ബാലൻസ് ഫങ്ഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ സ്റ്റഡി ആയിട്ട് വീഴാതെ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നതെല്ലാം പല ഇൻപുട്സ് വഴിയാണ് പോകുന്നത്. ഒന്ന് കണ്ണ് വഴി പോകുന്നുണ്ട്, പിന്നെ നമ്മൾ ചെവിയിൽ നിന്ന് ബാലൻസ് ഓർഗൻ്റെ ഇൻപുട്സ് പോകുന്നുണ്ട്, പിന്നെ കാലും ജോയിൻസിൽ നിന്നുള്ള എല്ലാം ഇൻപുട്സ് പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെവിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ബാലൻസ് ഓർഗൻ ചെവിനകത്താണ്. അപ്പോൾ അതാണ് അവിടെ എന്തെങ്കിലും ഒരു ചെറിയ തകരാറ് വരുമ്പോഴത്തേക്കും തലകറക്കം വരുന്നത്. മനസ്സിലായല്ലോ. അപ്പം അതിൻ്റെ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ വെർട്ടൈഗോ. ഇപ്പം വെർട്ടൈഗോ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള തലകറക്കം ഉണ്ടാകുമ്പോൾ ഈ വെർട്ടൈഗോയ്ക്ക് പ്രത്യേകമായിട്ട് ഈ തലകറക്കത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇപ്പം സാധാരണ നമ്മൾ കാണുന്ന ഈ വെർട്ടൈഗോ, അതായത് തലകറക്കം കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓരോ സിറ്റുവേഷൻസ്, ഈ BPPV എന്ന് പറയുന്ന അസുഖമാണ്. അതായത് ഈ പെട്ടെന്ന് രാവിലെ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുമ്പം എല്ലാം ചുറ്റുന്ന പോലെ തോന്നുക. അപ്പം പെട്ടെന്ന് തല തിരിക്കുമ്പം എല്ലാം ചുറ്റുന്ന പോലെ തോന്നുക. അത് കുറച്ച് നേരത്തേക്ക് നിൽക്കത്തുള്ളൂ, പക്ഷേ അത് കാരണം ആളുകൾ പേടിച്ചു പോകും, ഞെട്ടിപ്പോവും. അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഛർദിയിൽ വന്നെന്നിരിക്കാം. പക്ഷേ ആ അനക്കം വെച്ചിട്ട് ട്രിഗർ ചെയ്യുന്ന, അതായത് അനക്കം കാരണം വരുന്ന തലകറക്കം, അത് സാധാരണ 1 മിനിറ്റ് 1.5-2 മിനിറ്റ് അതിൽ കൂടുതൽ നിൽക്കത്തില്ല. പക്ഷെ അത് കാരണം ആളിലങ്ങ് പേടിച്ചു പോകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഛർദിക്കാൻ തോന്നുന്ന പോലെ തോന്നാം. അപ്പോൾ അതെല്ലാം ഈ BPPV കാരണമുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം ഡോക്ടറെ. നമസ്കാരം. എൻ്റെ പേര് രാജൻ, വീട് തൃശ്ശൂർ ജില്ല. എനിക്ക് 57 വയസ്സായി. ഇടയ്ക്ക് തലകറക്കം, BP ഉണ്ട്, തൈറോയിഡ് ഉണ്ട്. തലകറക്കം എത്ര നാളായിട്ടുണ്ട്? തലകറക്കം എത്ര നാളായിട്ടുണ്ട് എന്നാണ് ഡോക്ടർ ചോദിച്ചത്. 10-20 വർഷമായിട്ടുണ്ട്. പക്ഷെ അത് ഇടയ്ക്ക് മുടക്കി വരുള്ളൂ. അതായത് ഒരു പ്രാവശ്യം വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചിലപ്പോൾ 15-20 കൊല്ലം കഴിഞ്ഞാ. എത്ര നേരം നീണ്ടു നിൽക്കാറുണ്ട് തലകറക്കം? എല്ലാം ചുറ്റുന്ന പോലെയാണോ തോന്നുന്നത്? 2 മിനിറ്റോ 3 മിനിറ്റോ അത്രേ ഉള്ളൂ. എല്ലാം ചുറ്റുന്ന പോലെ തോന്നുമോ? ഫിക്സ് അതിനോടുകൂടി വരും. ഫിക്സും വരുന്നു. ഈ എല്ലാം ചുറ്റുന്ന പോലെ തോന്നാറുണ്ടോ ആ സമയത്ത്? ഉണ്ട്. ഫിറ്റ്സിനപ്പം മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഡോക്ടർ EGG ടെസ്റ്റ് പറഞ്ഞു, അശ്വിനി ഹോസ്പിറ്റലിൽ. EGG എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉറപ്പിടിക്കാതിരുന്നാൽ വേറെ ഒരു മെഡിസിൻ മേടാവുന്നു. അതാണ്. അപ്പോൾ ഈ പറഞ്ഞപ്പോൾ തലകറക്കം ഫിറ്റ്സിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് ചെവിയുടെ ബാലൻസിൻ്റെ ഓർഗൻ്റെ കാരണമല്ല. അത് സാധാരണ അത് ഈ തലച്ചോറിൻ്റെ ഭാഗമായിട്ട് ഉള്ള തലകറക്കം വരാം. അപ്പം അത് ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ടാണ് കൺസൾട്ട് ചെയ്ത് അത് എവാലുവേറ്റ് ചെയ്യുകയും, അതായത് EEG ചെയ്ത് നോക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യേണ്ടത്. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഡോക്ടർ പറഞ്ഞു ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. നമസ്കാരം, ചോദിച്ചോളൂ. നമസ്കാരം സാറേ. സാറേ, എനിക്കൊരു ഉറക്കത്തിൽ നടന്ന് രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ നമ്മൾ പിടിയെന്ന് എണീക്കുകയാണെങ്കിൽ നമുക്ക് പിടിയെന്ന് കണ്ണന്തരം കറങ്ങുന്നത് തോന്നുകയും നടക്കാൻ ബാലൻസ് കിട്ടാവുകയും ചെയ്യുന്നുണ്ട്.
എത്ര ദിവസം എത്ര നാളായി ഇപ്പം തുടങ്ങിയിട്ട്? എനിക്കൊരു ഒരു 5-6 മാസമായി. പക്ഷെ ഞാൻ എണീറ്റ് കുറച്ചു നേരം കഴിഞ്ഞൊരു വെള്ളം കുടിച്ചെന്ന് പറയും. ഉറക്കത്തിന് വെച്ചാൽ പിടിയിൽ ആക്റ്റീവ് ആവത്തില്ല. പിടിയിൽ എനിക്ക് എന്തോ അസ്വസ്ഥത, കൈയും കാലും ആടിപ്പോകുന്ന പോലെ തോന്നുന്നു. ആണ്. അപ്പോൾ ഈ പകലൊക്കെ എങ്ങനെയാ? പകല് എഴുന്നേറ്റ് തല തിരിക്കുമ്പോഴും സമയത്ത് എനിക്ക് പകൽ സമയത്ത് ചിലപ്പോൾ ഉച്ചക്ക് കിടന്ന് തുടങ്ങി ഒരു 4 മണിക്ക് ഉറക്കത്തിന് ഉണരുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ ചിലർക്ക് വെയിലത്ത് വന്ന് കയറുമ്പോൾ കണ്ണ് ഇരുട്ട് കേൾക്കും. ആണ്. ഇതൊക്കെ ഇപ്പം ഇത് ആ സമയത്ത് ഛർദ്ദിക്കാൻ തോന്നാറുണ്ടോ? ഇല്ല, അതൊന്നും വരാറില്ല. തലവേദന വരാറുണ്ടോ? തലവേദന ഇല്ല. തലവേദന തലയ്ക്കകത്തൊരു പെരുപ്പ് പോലെ, നമുക്ക് തലയ്ക്കകത്ത് എന്തോ വിങ്ങിട്ട് നിൽക്കുന്ന പോലെ ചില സമയത്ത് തോന്നാറ്. ആണ്. അത് ഓരോ പ്രാവശ്യം വരുമ്പോൾ എത്ര നീണ്ടു നിൽക്കുന്നുണ്ട്? 2 മിനിറ്റ് 3 മിനിറ്റ്. 2 മിനിറ്റേ ഉള്ളൂ. അതെ. പക്ഷേ ഈ രാവിലെ ഞാൻ നല്ല ഉറക്കം കിട്ടി രാവിലെ എണീക്കുമ്പോൾ എനിക്കുണ്ടാവില്ല. പിന്നെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ 3 മണിക്ക് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് സാർ. അപ്പം അത് ഈ പറഞ്ഞ ഈ സിംറ്റംസ് ചെവിയുടെ ഉള്ളിലുള്ള ബാലൻസ് ഓർഗനകത്ത് ഈ BPPV കാരണം വരാം. അതായത് പെട്ടെന്ന് ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പ് REM സ്ലീപ്പിനകത്ത് പെട്ടെന്ന് തല തിരിക്കുമ്പം ഈ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ്, അതായത് ഓട്ടോക്കോണിയ എന്ന് പറയുന്ന കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് അത് മാറിപ്പോകുന്ന കാരണം തലകറക്കം വന്നെന്നിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ 2 മിനിറ്റ് 3 മിനിറ്റ് 2 മിനിറ്റൊക്കെ നിൽക്കത്തുള്ളൂ. അത് പക്ഷേ ഓട്ടോമാറ്റിക്കലി ചിലർക്ക് കറക്റ്റ് ആവും. അപ്പം അത് നമ്മളൊന്നും ചെയ്യാതെ തന്നെ തലയുടെ മൂവ്മെൻറ്റ് വെച്ച് കറക്റ്റ് ആവാം. പക്ഷേ തുടർന്ന് അങ്ങനെ പിന്നെയും വരുന്നുണ്ടെങ്കിൽ അതിനൊരു എക്സസൈസ് ഉണ്ട്. അത് കൺസൾട്ട് ചെയ്ത് അത് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യിപ്പിക്കും. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോൾ കൂടിയുണ്ട്. ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിക്കാം. ഡോക്ടർ, ഞാൻ ഷീജയാണ്. പറഞ്ഞു. കരുനാഗപ്പള്ളി പാമ്പ് എന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് തുടർച്ചയായിട്ട്, എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്, എനിക്ക് തുടർച്ചയായിട്ട് തന്നെ തലക്കറക്കമുണ്ട്. അതായത് ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും തലക്കറക്കം. ഒരു നീണ്ട ഒരു ക്യൂവിനകത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തലക്കറക്കം. തലകറക്കം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എല്ലാം ചുറ്റുന്ന പോലെയാണോ അതോ ഒരു മയക്കം, വീക്ക്നെസ് പോലെ, ഒരു ബലക്കുറവ് പോലെയാണോ തോന്നുന്നത്? എങ്ങനെയാ ഡോക്ടർ? ഒരു ബലക്കുറവ് പോലെയാണോ തോന്നുന്നത് അതോ ഈ എല്ലാം ചുറ്റുന്ന പോലെ തോന്നാറുണ്ടോ? അതെ, തല കറങ്ങുന്ന, ശരീരം കുഴഞ്ഞു വരുന്ന പോലെ തോന്നുന്നു. ആണ്. ആ സമയത്ത് ചെവിയിൽ മൂളുന്ന ശബ്ദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ശരീരം അങ്ങ് കുഴഞ്ഞു വീഴുന്ന പോലെ അങ്ങ് തോന്നുക. വീഴുന്നു. വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? ഷുഗറിന് പ്രശ്നമോ? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. ഈ എത്ര നേരം നീണ്ടു നിൽക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പം? ഇത് ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കും. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യണം. ചെയ്ത് വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ കുടിച്ചു കഴിയുമ്പോൾ അതങ്ങ് മാറും. ആ സമയത്ത് തലവേദനയുണ്ടോ? തലവേദനയൊന്നുമില്ല. ശരീരം അങ്ങ് കുഴഞ്ഞങ്ങ് വീഴുന്ന പോലെ തോന്നുന്നു. ആണ്. അതപ്പം ഒന്ന് ചെക്ക് ചെയ്യണം. അത് പക്ഷേ ഈ പറയുന്ന വാസ്കുലർ ഒരു മൈഗ്രെയിൻ ആയിട്ട് വരാം, അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരാം. പക്ഷെ അത് ഒന്ന് ചെക്ക് ചെയ്യണം. അത് എവാലുവേറ്റ് ചെയ്യാതെ പറയാൻ വിഷമം. അത് ഇതുപോലെ കോളിൽ കൂടെ മാത്രമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അല്ലേ ഡോക്ടർ? നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ ഡോക്ടറെ, ഞങ്ങൾക്ക് 44 വയസ്സായി. ചെറുപ്പത്തിൽ ഒരു 10-15 വയസ്സുള്ളപ്പോഴേ 3 പ്രാവശ്യം തലക്ക് ചെറുതായിട്ട് 1-2 വീഴ്ച വീണ് ചെയ്തായിട്ടുണ്ട്. അപ്പൊ ഈ വീട്ടിൽ കിടന്ന് ഉറങ്ങുമ്പോ ഫാന് കോപ്പി ഭയങ്കര വലത്തെ ചെയ്യുന്ന ഭയങ്കര മൂളക്കാം. മൂളുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ? തലകറക്കമുണ്ടോ? ഇല്ല. മൂളുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ? ഭയങ്കര മൂളക്കമാണ്. അപ്പൊ ഞാൻ എന്ത് ഡോക്ടറെ കാണാനിരിക്കാണ്, സാമ്പത്തിക ഡേറ്റ് പോകാനിരിക്കുകയാണ്. കേൾവിക്കുറവുണ്ടോ അവസ്ഥ? ഇല്ല, കേൾവിക്കുറവില്ല. കേൾവിക്കുറവ് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് KV തന്നെ പരിശോധിക്കണം. തലകറക്കം മാത്രമല്ല, അത് എന്തോരം കേൾവി ഉണ്ടെന്ന് കൂടെ നോക്കണം. അത് ഈ മൂളുന്ന ശബ്ദം ഈസ് എ സെപ്പറേറ്റ് ടോപ്പിക്. അത് ഈ ചെവിയുടെ ഉള്ളിലെ ഞരമ്പിൻ്റെ ബാധിക്കുന്ന കാരണം വരാം. പല കാരണങ്ങളുണ്ട് ഈ മൂളുന്ന ശബ്ദം വരാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞത് പൊസിഷണൽ വെർട്ടിഗോയെ കുറിച്ചാണ്. സെക്കൻഡ് വൺ എന്താണ്? രണ്ടാമത് മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന മിനിയസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം. അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെവിയുടെ ഉള്ളിൽ, അതായത് ഇന്നർ ഇയറിൽ 2 തരം ഫ്ലൂയിഡ് ഉണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ്, ഒരു തരം ഫ്ലൂയിഡ് കൂടുന്ന കാരണം വരുന്ന, അത് സാധാരണ ഒരു അധികം ഉപ്പുള്ള ഭക്ഷണം, സോഡിയം, ഈ ഉപ്പിനകത്ത് സോഡിയമാണ് മെയിൻലി പ്രശ്നം ഉണ്ടാക്കുന്നത്. കൂടുതൽ ഉപ്പായുള്ള ഭക്ഷണം കഴിക്കുകയോ സ്റ്റിമുലൻസ്, അതായത് കോഫിയൊക്കെ കൂടുതൽ കഴിക്കുകയോ കുടിക്കുമ്പം ഈ ഇന്നർ ഇയർ ഫ്ലൂയിഡ് കൂടുമ്പം അത് മിക്സായി, ഈ 2 തരം ഫ്ലൂയിഡ് മിക്സ് ആകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ആ സമയത്ത് ചെവി മൂളുന്ന ശബ്ദം,
പിന്നെ ചെവി അടഞ്ഞിരിക്കുന്ന പോലെ തോന്നുക, അതിൻ്റെ കൂടെ തന്നെ തലകറക്കവും ഛർദിലും ഉണ്ടായേക്കാം. അതാണ് മിനിയസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം. ഓക്കെ. അത് സാധാരണ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പലവർക്കും പിന്നെ വരാം, ഇടയ്ക്കിടയ്ക്ക് വരാം. പക്ഷേ അതിൻ്റെ പ്രത്യേകത ഇത് സാധാരണ വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ, ഈവൻ ഒരു 1-2 മണിക്കൂർ വരെയും നീണ്ടു നിൽക്കാം. ആ സമയത്ത് ഈ പറഞ്ഞ വിഷമങ്ങളുണ്ടാവും. അപ്പം അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിന് എന്താണ് ഡയഗ്നോസിസ് എന്താണ് അപ്പോൾ? അതിനാണ് ഈ പറയുന്ന മിനിയസ് ഡിസീസ് എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അതിന് ഈ പറയുന്ന സോൾട്ട് റെസ്ട്രിക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഉപ്പ് കുറയ്ക്കുക, സ്റ്റിമുലൻസ് കുറയ്ക്കുക. പിന്നെ ഈ ചിലവർക്ക് സ്ട്രെസ്സ് കൂടുമ്പം വരാം, ഈ ഫ്ലൂയിഡ് കൂടാം. അപ്പോൾ അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ മരുന്നുണ്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിന് ഫോളോ അപ്പ് വേണ്ടി വരും. എല്ലാ 6 മാസവും ഇപ്പം ഓഡിയോഗ്രാം, അത് കേൾവി ടെസ്റ്റ് ചെയ്യുമ്പം ലോ ഫ്രീക്വൻസി ഹിയറിംഗ് ലോസ്, അത് താഴ്ന്ന ഫ്രീക്വൻസീസിനകത്തൊക്കെ കേൾവി കുറച്ച് കുറവായിരിക്കും ഈ വരുന്ന സമയത്ത് മാത്രം. അത് കഴിഞ്ഞ് ഇറ്റ് കംസ് ബാക്ക് ടു നോർമൽ. പക്ഷേ ഇത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് പ്രോഗ്രസ് ചെയ്ത് മോശമായിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇത് 6 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു ചെക്കപ്പ് ആവശ്യമാണ്. അത് ചെക്കപ്പിന് വന്ന് അത് പ്രോഗ്രസ് എന്തോരം മോശമാവുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പം മെനിയസ് ഡിസീസ് പറഞ്ഞു, ആദ്യത്തേത് പൊസിഷണൽ വെർട്ടൈഗോ ആണ്. ഇനി മൂന്നാമത്തേത് ഈ വേറെ ഒരു കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് എന്ന് പറയും. വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഉള്ളിൽ ഈ ബാലൻസിൻ്റെ ഞരമ്പ് അതിന് വീക്കം വരുന്ന കാരണം വരുന്ന ഒരു അസുഖമാണ് വെസ്റ്റിബുലർ ന്യൂറൈറ്റിസ് എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വരുമ്പോൾ സാധാരണ ഒരു വൈറൽ എപ്പിസോഡ് കാരണം വരാം. പിന്നെ ഈ നമ്മുടെ ശരീരം തന്നെ അത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും, അത് കാരണം വരാം. അപ്പം ഈ വീക്കം വരുന്ന അത് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിൽക്കാതെ ഉള്ള തലകറക്കം, കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തലകറക്കം വരാം. അപ്പം അത് വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഛർദിൽ തോന്നുന്നിരിക്കാം. പക്ഷേ ഇതിനകത്ത് കേൾവിക്കൊന്നും കുഴപ്പം വരുന്നില്ല. ഇത് ഈ ബാലൻസിൻ്റെ ഞരമ്പ് മാത്രമാണ്, സുപ്പീരിയർ വെസ്റ്റിബുലർ നെർവ് എന്ന് പറയുന്ന ബാലൻസിൻ്റെ ഞരമ്പിന് ഉള്ള വീക്കമാണ്. അപ്പോൾ അതിനുള്ള എഗെയിൻ സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. സ്റ്റിറോയിഡ് കൊടുത്താൽ അത് കുറയുകയും പിന്നെ അത് കൂടാതെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്താൽ മാറും അത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, ലാബ്രിന്തൈറ്റിസ്. ലാബ്രിന്തൈറ്റിസ് എന്ന് പറയുന്നത് എഗെയിൻ ഈ ബാലൻസിൻ്റെ ഓർഗൻ്റെ വീക്കം, അതായത് ഇൻഫ്ലമേഷൻ എന്ന് പറയും അതിന്. അപ്പം അത് കാരണം വരുന്നത് സാധാരണ ഒരു ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പം കേൾവിയും കൂടെ കുറച്ച് ബാധിക്കുന്ന ഒരു അസുഖമാണത്. അപ്പം കേൾവി കുറവായിരിക്കും, അതിൻ്റെ കൂടെ തലകറക്കം ഉണ്ടാവും, ഈ പറഞ്ഞ ഛർദിലുണ്ടാവാം. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ ബാലൻസിൻ്റെ ഓർഗനെ ഉറക്കത്തിലാക്കാൻ വേണ്ടിയുള്ള വെസ്റ്റിബുലർ സെഡേറ്റീവ്സ് കൊടുത്താൽ അതും കൺട്രോൾ ചെയ്യാം. ഡോക്ടർ, ഇപ്പോൾ ഈ 4 വിഭാഗത്തിലും അപ്പോൾ നമ്മൾ രോഗനിർണയ മാർഗ്ഗങ്ങളെല്ലാം ഒന്ന് തന്നെയാണോ, ക്ലിനിക്കൽ ഡയഗ്നോസിസ് അല്ലാതെ? അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻലി ഹിസ്റ്ററി, അതായത് ഈ നമ്മളൊരു പേഷ്യൻ്റെ അടുത്ത് ഈ രോഗത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എപ്പം തുടങ്ങി, എത്ര നീണ്ടു നിന്നു, അങ്ങനെയുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് പലതും മനസ്സിലാക്കാനൊക്കും. അത് കൂടാതെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ഈ നമ്മുടെ ശരീരത്തിൽ 12 ക്രേനിയൽ നെർവ്സ് ഉണ്ട്. അപ്പം ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ബാക്കിയുള്ള ഏതെങ്കിലും ഞരമ്പിനെ ബാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ കേൾവിയുടെ ടെസ്റ്റ്, അതായത് ഓഡിയോഗ്രാം ചെയ്ത് നോക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മിനിമം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പം ഒരു ഐഡിയ കിട്ടും എന്താ അസുഖമെന്ന്. അതിനുള്ള ട്രീറ്റ്മെൻറ്റും സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ പലപ്പോഴും തലകറക്കം നിസ്സാരമായിട്ടാണല്ലോ എടുക്കാറ്. എന്നാൽ ഈ ഗൗരവത്തോടെ കാണേണ്ട തലകറക്കത്തിന് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? തലകറക്കം വെർട്ടിഗോ എന്ന് പറയുന്നത് ഈ ചെവിയുടെ ബാലൻസിൻ്റെ ഓർഗൻ്റെ പ്രശ്നം അല്ലാതെ വേറെ സ്ട്രോക്കിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നോക്കേണ്ടത് ഈ കയ്യിലും കാലിലും തെരിപ്പുണ്ടോ, എവിടെയെങ്കിലും വീക്ക്നെസ്, അതായത് ബലക്കുറവ് പോലെ തോന്നുന്നുണ്ടോ, സംസാരിക്കുമ്പോൾ നാക്ക് കുഴഞ്ഞു പോകുന്നുണ്ടോ, ഏതെങ്കിലും ഒരു വശത്തോട്ട് നോക്കുമ്പോൾ കണ്ണ് വെച്ച് നോക്കുമ്പോൾ രണ്ടായിട്ട് കാണുന്നുണ്ടോ, ഇതെല്ലാം ഒരു ഇൻഡിക്കേഷനാണ് വേറെ എന്തെങ്കിലും കൂടെ ഉണ്ടാവും എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് അർജൻറ്റായിട്ട് തന്നെ പോയി ഒരു ഡോക്ടറിനെ സമീപിച്ച് അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് സ്ട്രോക്ക് ആണോ എന്ന് തീർച്ചയാക്കണം. ഓക്കെ. ഇപ്പോൾ സ്ട്രോക്ക് അല്ലാതെ മറ്റെന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ തലകറക്കം ഉണ്ടാവാം? വേറെ ഉള്ള എന്ന് പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ തലവേദന സ്ട്രോങ് ആയിട്ടുള്ള, അതായത് വാസ്കുലർ ഹെഡേക്ക്, ഈ ഞരമ്പ് കാരണം വരുന്ന തലവേദനയുടെ ഭാഗമായിട്ട് തലകറക്കം ഉണ്ടാവാം.
അത് ഒരു ഇമ്പോർട്ടൻറ്റ് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ നമുക്ക് ഈ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബ്രെയിനിൽ ഇഞ്ചുറി, ഹെഡിന് ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സ്ഥിരമായിട്ട് തലകറങ്ങുന്ന, സാധാരണ ഈ ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് വരുന്ന ഈ തലകറക്കം എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. ഒന്ന് BPPV ആവാം, അതായത് കുറച്ച് ഡിലേ, ഇപ്പം അഡ്മിറ്റായി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പം തലകറക്കം തുടങ്ങുന്നു. അത് ഈ BPPV എന്ന് പറയുന്ന, അതായത് ഈ ചെവിയുടെ ഉള്ളിലത്തെ ക്രിസ്റ്റൽസ് അനങ്ങി മാറിപ്പോയി കഴിഞ്ഞ് വരുന്ന ഇതാവാം. പിന്നെ വേറൊന്ന് ഇമ്മീഡിയറ്റ്, അതായത് കൺകഷൻ കാരണം, അതായത് ഈ ചെവിയുടെ ഉള്ളിലത്തെ ഓർഗനും കൺകഷൻ വരും, അതായത് അവിടെ ഒരു വീക്കം വന്ന് അത് കാരണം തലകറക്കം ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു മരുന്ന് കൊണ്ട് പലതും മാറുന്നുണ്ട്, കൃത്യമായ ഫോളോ അപ്സ് വേണമെന്ന് മാത്രം. എന്നാൽ ചില അവസ്ഥകളിൽ വെർട്ടിഗോയ്ക്ക് സർജറി പറയുന്നതായിട്ട് കാണാറുണ്ട്. എപ്പോഴാണ് സർജറി? സാധാരണ ഈ വെർട്ടിഗോയ്ക്ക് സർജറി നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു ഓപ്ഷനായിട്ട് വെക്കത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ കേൾവിയുടെ ഓർഗനും ഉള്ളത് കൊണ്ട് ഈ ലാബ്രിൻതെക്ടമി, അതായത് ഈ ബാലൻസ് ഓർഗനെ നശിപ്പിച്ച് കളയുന്ന, അതായത് എടുത്ത് മാറ്റുന്ന ഒരു സർജറിയാണ്. അത് ചെയ്യുവാണെങ്കിൽ പക്ഷേ റിസ്ക് ഓഫ് ഈ കേൾവിയും കൂടെ മോശമാവാനുള്ള സാധ്യത കൂടുതൽ. അതുകൊണ്ട് കേൾവി മുഴുവൻ, ഇപ്പം മിനിയസ് എന്ന് പറയുന്ന അസുഖത്തിനകത്ത് കേൾവി മുഴുവൻ ഇപ്പം പ്രോഗ്രസീവായിട്ട് കുറേ നാൾ കഴിയുമ്പം കേൾവി മോശമായി വന്ന് ഒട്ടും കേൾവി ഇല്ലാത്ത ഒരു ചെവിയിൽ ആണെങ്കിൽ അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എന്താ വെച്ചാൽ കേൾവി ഓൾറെഡി പോയി കഴിഞ്ഞ കാരണം അപ്പം അവിടെ സർജറി ചെയ്യുന്നതിന് കുഴപ്പമില്ല. അത് അപ്പം സാധാരണഗതിയിൽ ഈ വെർട്ടിഗോയുടെ സർജറി എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ശസ്ത്രക്രിയ ചെയ്യണം എന്ന്, അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഡോക്ടറെ കാണാൻ പോയില്ല. ഇത് പറയുന്ന പലരെയും നമുക്ക് കാണാം. വേറൊരു ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടർ ശസ്ത്രക്രിയ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ കുറേ നാൾ മരുന്ന് കഴിക്കും, പിന്നെ അഗെയിൻ ഇത് തന്നെയാവും അവസാനം ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട്, ഇപ്പോൾ ഏർലിയർ ദ ബെറ്റർ എന്നാണല്ലോ, നീണ്ടു പോകുന്നത് കൊണ്ട് പ്രശ്നം ഗുരുതരമാകുന്നുണ്ടോ? അത് ഇതിനകത്ത് ഈ പറഞ്ഞ ഈ 4 കണ്ടീഷൻസ് കോമൺ ആയിട്ട് കാണുന്ന കണ്ടീഷനകത്ത് മിനിയസ് ഡിസീസിനകത്ത് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന സർജറിക്കുള്ള റോള്. അപ്പോൾ അതിനകത്ത് എൻഡോലിംഫാറ്റിക് സാക് ഡീകംപ്രഷൻ എന്ന് പറയുന്ന ഒരു സർജറി ഉണ്ട്, അത് ചെയ്യാം. പക്ഷേ അതിനകത്ത് അഗെയിൻ 100% ഗ്യാരണ്ടി ആയിട്ടൊന്നും പറയാൻ ഒക്കത്തില്ല. പിന്നെ ഈ മിനിയസ് പ്രോഗ്രസീവാണ്, സാധാരണ വർഷങ്ങളോളം മോശമായി വരാം. അതുകൊണ്ടാണ് 6 മാസം കൂടിയിരിക്കുമ്പോൾ ഓഡിയോഗ്രാം ചെയ്ത് നോക്കണമെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കൺട്രോൾ ചെയ്യാനൊക്കും, മരുന്ന് വെച്ച് കൺട്രോൾ ചെയ്യാനൊക്കും. പക്ഷെ എന്നാലും പിന്നെ ഈ ഏജ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു 60 വയസ്സ് 70 വയസ്സൊക്കെ കഴിയുമ്പം ഇത് പിന്നെയും മോശമായി വരുവാണെങ്കിൽ, കേൾവിയും മോശമായി പോവുകയാണെങ്കിൽ അത് പിന്നെ അതിന് ഒരു സർജറി ചെയ്ത, ലാബ്രിൻതെക്ടമി ചെയ്ത അത് പിന്നെ വരാതെ ആക്കാം. ഓക്കെ, ഇത്തരം പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു ജനിതക ഘടകം ഉണ്ടോ ഇതിൽ? പാരമ്പര്യമായിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട്? മിനിയസ് പലപ്പോഴും ഒരു ഫാമിലിയൽ ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള കണ്ടീഷൻസ്, അതായത് ഇപ്പം വെസ്റ്റിബ്യൂളൈറ്റിസ് ആണെങ്കിലും BPPV ആണെങ്കിലും ലാബ്രിൻതൈറ്റിസ് ആണെങ്കിലും അതിന് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല, ഫാമിലി കണക്ഷൻ ഇല്ല. ഇപ്പോൾ ഡോക്ടർ, സർജറി കഴിഞ്ഞാൽ, പല സർജറികളും കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിചാരം ആ അസുഖത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, പിന്നെ ഇനി ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന്. എന്നാൽ ഈ കാരണങ്ങളെല്ലാം വീണ്ടും നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് സർജറി കഴിഞ്ഞാൽ ഫോളോ അപ്സ് എപ്പോഴൊക്കെയാണ് വേണ്ടത്, പിന്നീട് ഡോക്ടറെ കാണേണ്ടതിൻ്റെ ഒരു ആവശ്യകത? ഇതിന് സാധാരണ ഈ പറഞ്ഞ ഈ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ 6 മാസം കൂടിയിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഫോളോ അപ്പ് പറയുന്നത്. അതിനകത്ത് ഇത് മാത്രം കൂടാതെ ഇപ്പം സർജറി കഴിഞ്ഞാലും മറ്റേ വശത്ത് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബാലൻസിൻ്റെ ഓർഗൻ ഉള്ളപ്പം നമ്മുടെ ശരീരം അതിനോട് യൂസ്ഡ് ആവാൻ വേണ്ടി കുറേ എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ എക്സസൈസ് റീഹാബിലിറ്റേഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫോളോ അപ്സ് ആവശ്യം വരും. അത് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഇപ്പോൾ പ്രമേഹ രോഗമുള്ളവർ അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദമുള്ളവർ, ഇവർക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അവരിൽ ഇത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത്? ഞാൻ പറഞ്ഞ പോലെ ഈ സർജറി ചെയ്യുന്ന വളരെ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. ഈ ടോട്ടലി, അതായത് മുഴുവൻ കേൾവി മോശമായി കഴിഞ്ഞാലേ നമ്മൾ അങ്ങനെ സർജറിനെ പറ്റി ആലോചിക്കാറുള്ളൂ. അതും ഒട്ടും മെഡിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തലകറക്കമാണെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരു മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസിനും നമ്മൾ മെഡിക്കലിയാണ് മാനേജ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഈ കേൾവിയുടെ ബാലൻസിൻ്റെ ഓർഗൻ ഓർക്കാനുള്ള മരുന്നുകളുണ്ട്, ഗുളികളുണ്ട്. ഇപ്പം സിനോറൈസിൻ എന്ന് പറയുന്ന ഗുളികൾ, അത് കേൾവിയുടെ വെസ്റ്റിബുലർ സെഡേറ്റീവ്സ് എന്ന് പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഈ സിംറ്റംസ് കൺട്രോൾ ചെയ്യാൻ ഒക്കും. അപ്പോൾ സർജറി ജനറലി ഈ വെർട്ടിഗോയ്ക്ക് സർജറി ഈസ് വെരി ഒരു ലാസ്റ്റ് ഓപ്ഷനായിട്ടും വെരി മിനിമലി ചെയ്യുന്ന, അധികം സർജറി ചെയ്യാറില്ല അതിന് വേണ്ടി. ഇപ്പോൾ വെർട്ടിഗോയുടെ ഒരു കോംപ്ലിക്കേഷൻ എന്താണ്? അല്ലെങ്കിൽ ഇപ്പോൾ ശസ്ത്രക്രിയ നമ്മൾ ഒഴിവാക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കമൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, മരുന്ന് കൊണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വീഴുവാണ്, ഫോൾസ് ആണ്. അപ്പോൾ ആ ഫോൾസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാരണമുള്ള പ്രശ്നങ്ങൾ, ഫ്രാക്ചർ, അതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വെരി ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഈ ജോലി ചെയ്യുന്ന ആളുകൾ, ഇപ്പം ഒരു ഹൈറ്റ്സിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ലേബറേഴ്സ് ആണെങ്കിലും
അവർക്കൊക്കെ ഈ ഒരു കണ്ടീഷൻ വരും ഭയങ്കര അത് വീഴാതെ നോക്കുന്നു പറഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അത് തടസ്സപ്പെടുത്തുന്നുണ്ട് അല്ലേ ഡോക്ടർ? നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയോടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഡോക്ടർ ലൈവിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.